വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഇന്ന് 2025 ജനുവരി 3-ാം തീയതിയാണ്, വെള്ളിയാഴ്ച. 19 കൊല്ലവർഷം 1200. അപ്പൊ ഒരിക്കൽ കൂടി ഡേറ്റ് പറയാം. എന്താണ് ഇന്ന്? 2025 ജനുവരി 3, കൊല്ലവർഷം 1200, 19. അതെ. അപ്പൊ ഒരു വീക്കെൻഡിലേക്കൊക്കെ പോകുന്ന സമയമാണ്. കാരണം നാളെയും മറ്റന്നാളൊക്കെ അവധിയാണ് എന്നറിയാം. അപ്പൊ അതിന്റെ ഒരു മൂഡിലേക്കൊക്കെ ആൾക്കാർ വരുന്ന ഒരു സമയമാണ്. അതിനിടയിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്. പ്രേക്ഷകരിൽ എത്ര പേര് ഇതുപോലെ തണുത്തിരിപ്പുണ്ടെന്ന് എനിക്ക് അറിയില്ല. സാധാരണ കൊച്ചിയിലൊക്കെ അത്ര അധികം തണുപ്പ് വരുന്നതല്ല. ശരിക്കും ഡിസംബർ മാസത്തിൽ പകുതി തൊട്ട് നല്ല തണുപ്പ് വേണ്ടതാണ്. പക്ഷെ അതിന് പകരം ഇപ്പൊ ജനുവരി ആകുമ്പോഴാണ് നമ്മുടെ തണുപ്പൊക്കെ. ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ നല്ലോണം തണുപ്പ് വരും. അപ്പൊ എന്തായാലും ഈ തണുത്ത പ്രഭാതത്തിൽ ചൂടുള്ള വാർത്തകളുമായി ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് വാക്കിലേക്ക്. മോർണിംഗ് വാക്കിൽ നമ്മൾ ഉള്ളത് എവിടെയാണെന്ന് ഇവിടെ പറയണ്ടേ. ഇന്ന് ആലുവയ്ക്കടുത്തുള്ള ചവറപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ വാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എത്ര പ്രേക്ഷകർ റെഡിയായി മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനുമായിട്ട് ഇറങ്ങുന്നുണ്ട്, അതൊക്കെ കമന്റ് ബോക്സിൽ കുറിക്കുക. അപ്പോൾ വാർത്തകൾ മാറ്റി നിർത്തുന്ന ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്ന സമയം കൂടിയാണ്. ഇന്ന് ചില പ്രധാനപ്പെട്ട വാർത്തകൾ സംഭവിക്കുന്ന ദിനം കൂടിയാണെന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. യെസ്, അപ്പോ ജനുവരിയിലെ പുതുവത്സര ദിനത്തിലെ 3-ാം ദിനമാണ്, അല്ലെങ്കിൽ പുതുവത്സരത്തിലെ 3-ാം ദിനമാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്ക് ഇതാ ചെറുതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആലുവയ്ക്കടുത്തുള്ള മുട്ടത്തിനടുത്തുള്ള ഈ ചവറപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് നല്ല ഇരുട്ടാണ്. കാരണം വെളിച്ചം നമുക്ക് ചുറ്റും നമുക്ക് രണ്ട് സൈഡിലും പാടങ്ങളൊക്കെയാണ്. നല്ല പച്ചപ്പും ഹരിതാഭയുള്ള ഒരു പ്രദേശമാണ്. കുറച്ച് സമയം ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മനോഹാരിത പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമുക്ക് വാർത്തകൾ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിനു മുമ്പ് നമ്മുടെ പ്രേക്ഷകരൊക്കെ ആരൊക്കെയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ റെഡിയായി വന്നിരിക്കുന്നത് നോക്കിയാലോ. അതെ, ഒരുപാട് പ്രേക്ഷകരല്ല, കുറച്ച് ഇങ്ങനെ എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പോ ഇന്ന് നടക്കാൻ പോയില്ല, പകരം അമ്മയെ അടുക്കളയിൽ സഹായിക്കുന്നു എന്നാണ് റോമി പറയുന്നത്. വളരെ നല്ല കാര്യമാണ്. അത് ഇന്ന് മാത്രമായിരുന്നു, എല്ലാ ദിവസവും നമ്മൾ പറ്റുന്ന പോലെ സഹായിക്കണം എന്നുള്ളതാണ് അല്ലേ. അതെ, നല്ല തണുത്ത പ്രഭാതത്തിൽ എന്നെ പോലെ തണുപ്പ് പിടിച്ചിങ്ങനെ ഇരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. സീന മുഹമ്മദ് ചോദിക്കുന്നു, ക്രിസ്റ്റിക്ക് എന്ത് പറ്റി? ക്രിസ്റ്റിക്ക് ഒന്നും പറ്റിയിട്ടില്ല. 2 ദിവസം ഓഫൊക്കെ എടുത്ത് ഒന്ന് കൂടുതൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ലീവ് എടുത്തതാണ്. അപ്പൊ അടുത്ത ദിവസമൊക്കെ സ്വാഭാവികമായിട്ടും തിരികെ വരും. അതെ, അപ്പൊ നമുക്കിനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. കേരളത്തെ പിടിച്ചുലച്ച പെരിയ ഇരട്ടക്കൊല കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് പ്രത്യേക CBI കോടതി ഇന്നാണ് ശിക്ഷ വിധിക്കുക. 1-ാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യാസൂത്രകനുമായ CPIM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A. പീതാംബരൻ അടക്കം 14 പ്രതികളെയാണ് പ്രത്യേക CBI കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടാവും. എന്ത് ശിക്ഷ, ഏതൊക്കെ അറ്റം വരെ പോകും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതിൽ വധശ്രമം ഉണ്ടായിട്ടുണ്ട്, വധക്കേസാണ്. മാത്രമല്ല ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കോടതി കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞതുമാണ്. അതിൽ ആദ്യത്തെ 8 പ്രതികൾക്കെതിരെ വളരെ കൃത്യമായി തന്നെ തെളിവുകൾ ഉണ്ട് എന്ന് കൂടി കോടതി കണ്ടെത്തുന്നു. അപ്പോൾ എന്തായിരിക്കും ശിക്ഷാവിധി എന്ന് കാതോർക്കുകയാണ് കേരളം. കാരണം രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ചൊരു കേസാണ്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും നിർണായകമായ ഒരു ദിനമാണ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിനെ സംബന്ധിച്ച് കോടതി അന്തിമമായി വിധിക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്നാണ് ഏവരും ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നത്. ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബവും അതുപോലെ തന്നെ പെരിയയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും ഒക്കെ എന്തായിരിക്കും ഈ പ്രതികൾക്ക് കോടതി നൽകുന്ന ശിക്ഷ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അത് ശ്രദ്ധിക്കുകയാണ്. പെരിയയിൽ നിന്ന് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെ ഈ കേസിലുമായി ബന്ധപ്പെട്ട പ്രതിപ്പട്ടികയിലുണ്ട്. അതിൽ CPM നേതാക്കളുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്: KV കുഞ്ഞിരാമൻ, CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം; K മണികണ്ഠൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്; രാഘവൻ വെളുത്തോളി, A പീതാംബരൻ, KV ഭാസ്കരൻ. ഇവരൊക്കെ ലോക്കൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്.
ഇവരൊക്കെ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 6 വർഷമായി അവർ ഈ നിയമ പോരാട്ടം നടത്തുകയായിരുന്നു. നിയമ പോരാട്ടം നടത്തി സർക്കാർ ഒരു ഘട്ടത്തിൽ ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് എതിരെ നിന്ന് പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന അവസ്ഥ വരെ എത്തി. CBI അന്വേഷണം ഈ കേസിൽ ഏറ്റെടുக்க CBI ആയപ്പോൾ സർക്കാർ ഇവർക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും ഒരു കടുത്ത നിയമ പോരാട്ടം, ശക്തമായ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്നിപ്പോൾ കൊച്ചി CBI കോടതി അന്തിമമായി വിധി പറയും. അത് എന്തായിരിക്കും? പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വധശിക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്നൊക്കെ നിയമവിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ഒരു ദിനം നോക്കിക്കാണുന്നത്. ശരി, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ആ രീതിയിൽ നേരത്തെ ചുമത്തപ്പെട്ട വകുപ്പുകൾ അത് ഏത് രീതിയിലാണ് ശിക്ഷയായി വരുന്നത് എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കണ്ടതാണ്. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ നിർണായക വിധി ഇന്ന് പ്രത്യേക CBI കോടതി പുറപ്പെടുവിക്കും. ഈ കേസിന് നാൾ വഴിയിലേക്കൊന്ന് പോയാൽ 2017 ഫെബ്രുവരി 17 അതെ 2019 ഫെബ്രുവരി 17 2 ചെറുപ്പക്കാരെ നിഷ്കരുണം കൊലപ്പെടുത്തിയത്. അപ്പോൾ കല്യോട്ട് ഗ്രാമത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷുമാണ് കൊല്ലപ്പെടുന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ കേസിൽ പ്രതികളായി എന്നുള്ളതാണ്. അപ്പോൾ 2019 എന്ന് പറയുമ്പോൾ 6 വർഷമായി തുടരുന്ന ഒരു നിയമ പോരാട്ടമുണ്ട്. അതിന്റെ ഒടുക്കമാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവം ഇന്നുണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഈ ഇരട്ടക്കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി ഇന്ന് അന്തിമ വിധി പറയുമ്പോൾ എന്താണ് കേസിന്റെ നാൾ വഴി എന്ന് നോക്കാം. 2019 ഫെബ്രുവരി 17 കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട സംഘാടക സമിതി യോഗം നടക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട 2 ചെറുപ്പക്കാരാണ് കൃപേഷും ശരത് ലാലും. ഞാൻ നിൽക്കുന്ന ഈ വയലിൽ വെച്ചാണ് അന്ന് പെരുങ്കളിയാട്ടത്തിൻ്റെ വലിയ സംഘാടക സമിതി യോഗം നടന്നത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആ യോഗത്തിൻ്റെ ഭാഗമായി ഇവിടെയായിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് കൃപേഷും ശരത് ലാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും സ്മൃതി മണ്ഡപത്തിൻ്റെ പ്രവേശന കവാടമുണ്ട്. ആ കവാടം നിൽക്കുന്ന റോഡിലൂടെയാണ് ശരത് ലാലിൻ്റെ അന്നത്തെ വീട്ടിലേക്ക് പോവുക. ആ വഴിയിലായിരുന്നു കൊലപാതകം. ഞാനിപ്പോഴിരിക്കുന്ന ഈ കലുങ്കിലിരുന്നാണ് പ്രതികളിലൊരാളായ രഞ്ജിത്ത് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും യാത്രയെക്കുറിച്ച് മറ്റ് പ്രതികൾക്ക് വിവരം നൽകുന്നത്. ഈ കൃപേഷിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു രഞ്ജിത്ത്. ഫെബ്രുവരി 21 ഇന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയായ ദീപുവിൻ്റെ കല്യാണം. ദീപുവിൻ്റെ അടുത്ത സുഹൃത്താണ് ഈ ശരത് ലാലും കൃപേഷും. അവർക്ക് ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, രാജീവ് ജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ആ ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ചെറുപ്പക്കാരും ഈ കല്യാണത്തിന് വേണ്ടി ഡ്രസ് കോഡൊക്കെ തയ്യാറാക്കിയിരുന്നു. ആ ഡ്രസ് കോഡിന് വേണ്ടിയുള്ള പണം അത് ശരത് ലാലിൻ്റെ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. ഫെബ്രുവരി 17 രാത്രി വൈകിട്ട് 7:30 കൃപേഷും ശരത് ലാലും ആ ഡ്രസ് കോഡിനായി സ്വരൂപിച്ച പണം എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ റോഡിലൂടെ, ഞാൻ പോകുന്ന ഈ റോഡിലൂടെ ശരത് ലാലിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ വെച്ചാണ് ശരത് ലാലും കൃപേഷും സഞ്ചരിച്ച പൾസർ ബൈക്ക് പ്രതികൾ ചവിട്ടി വീഴ്ത്തുന്നത്. കൃപേഷായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത്. പ്രതികളുടെ ആദ്യ വെട്ട് കൃപേഷിൻ്റെ തലക്കേറ്റു. മാരകമായി മുറിവേറ്റതോടെ പ്രാണഭയത്താൽ ഇതുവഴി കൃപേഷ് ഇറങ്ങി ഓടി. പിന്നീട് ബൈക്കിനടിയിൽപ്പെട്ട ശരത് ലാലിനെ തുടരെ ഈ പ്രതികൾ വെട്ടി. മാരകമായ മുറിവേറ്റ ശരത് ലാൽ അന്ന് കിടന്നിരുന്ന സ്ഥലം ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ കൊടിമരം സ്ഥാപിച്ച ആ ഇടത്താണ്. ശരത് ലാലിൻ്റെ ശരീരത്തിൽ ഏകദേശം
കാലിനായിരുന്നു ഏറ്റവും അധികം മുറിവുണ്ടായിരുന്നത്. അതിപ്പോൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തക്ക രീതിയിൽ വെട്ടി അരിഞ്ഞ് തൂങ്ങിയ നിലയിലായിരുന്നു കാലുണ്ടായിരുന്നത്. പിന്നെ ഏകദേശം തലയിൽ 13-14 സെൻറ്റിമീറ്റർ നീളത്തിലായത്തിലുള്ളൊരു മുറിവുണ്ടായിരുന്നു. ചെവിയുടെ ഒരു ഭാഗം തന്നെ പറഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു തലയുടെ മുറിവുണ്ടായിരുന്നു. തലയ്ക്ക് മഴുകൊണ്ടുള്ള ആഴത്തിലുള്ള വെട്ടേറ്റ് കൃപേഷ് ഇറങ്ങി ഓടി. ഇതുവഴിയാണ് കൃപേഷ് ഇറങ്ങി ഓടിയത്. ഏകദേശം 200 മീറ്റർ അകലെ വെച്ച് കൃപേഷ് ചോര വാർന്ന് വീണു. കൃപേഷ് ഓടിയ ഈ വഴിയാകെ രക്തമായിരുന്നു. അങ്ങനെ ഈ രക്തം കണ്ട ആ സ്ഥലം തേടി നടത്തിയ തെരച്ചിലാണ് കൃപേഷിനെ ഈ ചാലിനപ്പുറത്തുള്ള ആ വാഴത്തോട്ടത്തിനടുത്ത് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അകലെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ വീടാണ്. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ പ്രാണഭയത്താൽ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി ഓടിയതായിരിക്കാം. ഇവിടെയുള്ള എല്ലാ മേഖലകളിലും, ചെണ്ടയിലും ഫുട്ബോളിലും വായനശാല പ്രവർത്തനങ്ങളിലും പഠനരംഗത്തുമൊക്കെ മികച്ചു നിന്ന 2 ചെറുപ്പക്കാരാണിവർ. എന്ത് രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പേരിലാണെങ്കിലും ഇവരുടെ ജീവനെടുത്ത മുഴുവൻ പ്രതികൾക്കും കനത്ത ശിക്ഷ ലഭിക്കണം. ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24. അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് അരുൺ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷവും സമാനമായ രീതിയിൽ എത്ര കൊലപാതകങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകേണ്ടതാണ്. അതിന് ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒക്കെ പേരിൽ 2 ജീവനുകൾ ഇങ്ങനെ കൊത്തിയെടുക്കുക എന്ന് പറയുന്നത് പ്രാദേശികമായി ഉണ്ടായ ഒരു തർക്കം അത് പിന്നെ ഈ രീതിയിലുള്ളൊരു പകവീട്ടലായി മാറുന്നു. അതിൽ വലിയ ഗൂഢാലോചന ഉണ്ടാവുന്നു. അങ്ങനെ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതാണ് പെരിയയിൽ സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ഒന്നുകൂടെ കണ്ടുവരികയായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ മനസ്സിനെ നടുക്കിയതാണ്. കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ ഒരു വിഷമം. യെസ്. എന്തായാലും ഇന്ന് കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ നമുക്ക് പ്രതികരണങ്ങൾ കൂടിയുണ്ട്. അതിലേക്കൊന്ന് പോകാം. ഈ പെരിയ കേസിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്ന് CBI പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് K. പത്മനാഭൻ, അതായത് CBI പ്രോസിക്യൂട്ടർ ബോബി ജോസഫാണ് ഇതിൽ വാദിഭാഗത്തിന് വേണ്ടി ഉണ്ടായത്. അപ്പോൾ കഴിയുന്നതെല്ലാം ചെയ്തു എന്നാണ് ഇപ്പോൾ CBI പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് K. പത്മനാഭൻ വ്യക്തമാക്കുന്നത്. കോടതി വെറുതെ വിട്ട മറ്റ് ആളുകൾ കൂടി ഉണ്ട്, അവർക്ക് കൂടി ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വിധിപ്പകർപ്പ് ലഭിച്ചതിനു ശേഷം കേസിൽ അപ്പീൽ നൽകുന്നതിലേക്ക് കടക്കുമെന്നാണ് അഡ്വക്കേറ്റ് K. പത്മനാഭൻ 24 പറഞ്ഞു. തെളിവുകൾ വളരെ ഫലപ്രദമായി കോടതിയിലെത്തിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. 1 വരെ 8 വരെയുള്ള പ്രതികൾക്കെതിരെയും 10-15 പ്രതികൾക്കെതിരെയും കോടതി വളരെ കഠിനമായ ശിക്ഷ തന്നെ നൽകും എന്നാണ് പ്രോസിക്യൂഷൻ്റെ ഉത്തമ വിശ്വാസം. കാരണം കേരളം കണ്ടതിൽ വെച്ച് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് കേരളീയ സമൂഹം സാക്ഷ്യം വഹിച്ചത്. മറ്റുള്ള പ്രതികൾക്കെതിരെ ഞാൻ നേരത്തെ പറഞ്ഞ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് തെളിഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ നമുക്കതിനെപ്പറ്റി എന്തെങ്കിലും ആധികാരികമായി പറയണമെങ്കിൽ അതിൻ്റെ വിധിപ്പകർപ്പ് നമുക്ക് കിട്ടണം. ആ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം തീർച്ചയായും അത് പരിശോധിച്ച് അപ്പീൽ നടപടികളെപ്പറ്റി ആലോചിക്കുന്നതാണ്. യെസ്. അപ്പോൾ മോർണിംഗിൽ തന്നെ ആദ്യ വാർത്ത ഈ പറഞ്ഞൊരു കൊലക്കേസ്, അതിൻ്റെ വിധി, അതൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് എനർജി എന്ന് തോന്നണ്ട. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. നമ്മളെല്ലാം നടുങ്ങിയൊരു വാർത്തയാണ്. അതിൽ ഉള്ളൊരു വിധി എന്ന് പറയുമ്പോൾ അത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ വാർത്തയായി അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ നടക്കുന്നതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. പക്ഷെ ആ കാഴ്ച ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, കാരണം നല്ല ഇരുട്ടാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ പോകുമ്പോൾ നമുക്ക് ആ കാഴ്ച കാണിച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ഉമാ തോമസ് MLA യുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം. ഒപ്പം തന്നെ ഇന്നലെ മൃദംഗാവിഷൻ MD പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ അറസ്റ്റിലായ പ്രതി നികോഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഭാരത് ന്യായ് സംഹിത 110 പ്രകാരമാണ് അറസ്റ്റ്. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നികോഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. കേസിൽ ഓസ്കർ ഇവന്റ്സ് ഉടമ ജനീഷ് ഇതുവരെയും ഹാജരായിട്ടുമില്ല. പ്രതികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം. അപകടത്തിൽ പരിക്കേറ്റ MLA ഉമാ തോമസ് ഇപ്പോഴും
വെന്റിലേറ്ററിൽ തുടരുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതികരിച്ചിരുന്നു. വിളിക്കുമ്പോൾ അതിന് പ്രതികരണം നടത്തുന്നുണ്ടെന്നൊക്കെയുള്ള ആശാവഹമായ വാർത്തകൾ വന്നതാണ്. പക്ഷേ വെന്റിലേറ്ററിൽ നിന്നും മാറ്റാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോ അടുത്തൊരു വാർത്ത കൊണ്ട് കൊടുക്കുക അല്ലെ. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, സ്കൂള് വീണ്ടും തുറന്നു, വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തി തുടങ്ങി, അടുത്ത പരീക്ഷയ്ക്കായുള്ള പഠനം ആരംഭിച്ചു. പക്ഷേ അപ്പോഴും ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ വിവാദം അത് ഒടുങ്ങുന്നില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൽ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് നോക്കാം. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഷുഹൈബ് മുങ്ങി നടക്കുകയാണ്. ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ എന്താണ് വിധി എന്നുള്ളത് നിർണായകമാണ്. കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ആ ഹർജി പരിഗണിക്കുക. ഗൂഢാലോചന കുറ്റം ചുമത്തിയതിൽ അധിക റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഷുഹൈബിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ക്രൈംബ്രാഞ്ച് മരവിപ്പിച്ചിരുന്നു. യെസ്, അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി രാഷ്ട്രീയ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളം ചർച്ചയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് കോൺഗ്രസിൽ. അതായത് അടുത്ത തവണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതുകൊണ്ട് ഒരു 90% കേരളം ഉറപ്പിക്കുന്നുണ്ട് അത് UDFന് അനുകൂലമായിരിക്കും എന്ന് ഉറപ്പിക്കുന്നുണ്ട്. നമുക്കറിയില്ല, പക്ഷേ പൊതുവിലുള്ള വികാരവും പൊതുവിലുള്ള അഭിപ്രായങ്ങളെല്ലാം അങ്ങനെയാണ്. LDF വീണ്ടും ഒരു തേട്ടം ഉണ്ടാവില്ല, UDF വരും. അപ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി? അതാണ്, ഇനി 2 വർഷം കൂടി ഉണ്ട്. അപ്പോഴേ ഈ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. 2 പേരുകളാണല്ലേ ഉയർന്നു കേൾക്കുന്നത് അല്ലെ. ഒന്ന് VD സതീശൻ, മറ്റൊന്ന് രമേശ് ചെന്നിത്തല. മൂന്നാമതൊരാൾ വരാം. പക്ഷെ നിലവിലുള്ള 2 പേരുകൾ ഇവരാണ്. ഇതിൽ ആർക്കാണ് മുൻതൂക്കം? അതെ, രമേശ് ചെന്നിത്തല കോൺഗ്രസിനുള്ളിൽ വീണ്ടും ശക്തനാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാമുദായിക സംഘടനകളുടെ പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുക്കുന്നത് പാർട്ടിയുടെ അധികാര സ്ഥാനത്തേക്കുള്ള രമേശ് ചെന്നിത്തലയുടെ മടങ്ങിവരവ് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ പരിപാടികളിൽ വീണ്ടും രമേശ് ചെന്നിത്തല സജീവമാകുന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടത് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എന്നാണ് പാർട്ടിയിലെ സംസാരം. അപ്പോൾ അത് വെറുതെ ഉണ്ടായതല്ല, അതുണ്ടാക്കിയതാണ് എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. പാർട്ടി ഒറ്റയ്ക്ക് പിടിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് മുനമ്പം സമരവേദിയിലും രമേശ് ചെന്നിത്തല എത്തുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ചർച്ചാ വിഷയങ്ങളിൽ കൃത്യമായി ഒന്നിനു പിറകെ ഒന്നായി ചെന്നിത്തല ഇങ്ങനെ ഇടം പിടിക്കുന്നുണ്ട്. അത് മനഃപൂർവ്വമാണ് എന്ന് മറുവിഭാഗം പറയുന്നു. അങ്ങനെ കോൺഗ്രസിൽ ഈ വിഷയം മറ്റൊരു വിവാദമായിട്ട് മാറുന്നുമുണ്ട് അല്ലേ. അതെ, നമുക്കിനി നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വളരെ പെട്ടെന്നൊന്ന് പോയാലോ പ്രജൻ? അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പ്രഭാതത്തിൽ ചേരുന്നുണ്ട്. പ്രവിത, മഞ്ഞു പെയ്യാണ്, മനം കുളിരണ മകരമാസപ്പെണ്ണെ എന്നുള്ള പാട്ട് പാടാം. ഞാൻ ഒരിക്കൽ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ ഷോയിൽ. മഞ്ഞു പെയ്യണ മനം കുളിരണ മകരമാസപ്പെണ്ണെ, മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ, കുഞ്ഞു നെഞ്ചിൽ കുളിരിറങ്ങണ കുളിര് വിൽക്കും കാറ്റേ, കൂവളത്തിന് കണ്ണു പൊത്താൻ വാ, കണ്ണൻ വന്നെത്തും നേരം കണ്ണേ കരളിന്റെ താളം, ഇടവപ്പൈന്റെ പാലോ മധുരം പൂന്തേ നീലാവോ, നിറയണ പതയണ കാത്തിരിക്കും നെഞ്ചിൽ, മഞ്ഞു പെയ്യണ മനം കുളിരണ മകരമാസപ്പെണ്ണെ, മലയിറങ്ങി പുഴയിൽ മുങ്ങിവ. പുഴയിൽ മുങ്ങി വേണമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഇപ്പൊ നടന്ന ആ പാട്ടിന്റെ ഒരാളെ തട്ടിയേനെ. അവിടെ ഒരു ഗട്ടറുണ്ട്, അതാണ്. ഇവിടെ വാർത്തകൾ സംഭവിക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ വലിയ വലിയ ബ്രേക്കിംഗ് വാർത്തകൾ നടക്കുന്നുണ്ട്, പ്രവിധ പാടുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാം, ആ ഗട്ടറിനകത്താണ് ചുരുണ്ടുകൂടി കിടക്കുന്നത്. കറക്റ്റ് ആ ഹോളിനകത്ത് ഇറങ്ങി കിടന്ന് ഉറങ്ങുക. ഗട്ടറുകൾ കൊണ്ട് നമ്മുടെ മൃഗങ്ങൾക്കെങ്കിലും ഉപകാരമുണ്ട് കേട്ടോ ഈ രീതിയിൽ. പറയാതെ വയ്യ. അപ്പോൾ നമ്മൾ എവിടെയാണ് മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത് ഒന്നുകൂടി പറയുന്നു. ഇന്ന് മോർണിംഗ് വാക്കിന് എത്തിയിട്ടുള്ളത് ആലുവ മുട്ടത്തിനടുത്ത് ഇവിടെയുള്ളൊരു ചവറപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് പേര് പറയുന്ന പോലെ പാടമാണ്. ഒരു പാടം ഒക്കെ നമ്മുടെ 2 സൈഡിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ കഴിയുന്നു വരില്ല, കാരണം കുറച്ച് വെളിച്ചക്കുറവുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ വെളിച്ചം വരുമ്പോൾ ഈ പ്രദേശമൊക്കെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. ഇത് അടിപൊളി പാട്ട് എന്ന് ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, സൂപ്പറാണ്, നല്ല സൗണ്ടാണ്. പാട്ടിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ സീന മുഹമ്മദിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് എന്ന് മിനി ബാബു പറയുന്നു. ഒന്ന് വിഷ് ചെയ്യണം. റീന, മിനി, ആശ ഇവരുടെ പ്രത്യേക ആശംസയാണ്, ഒന്ന് വായിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വായിച്ചിരിക്കുന്നു.
സീന മുഹമ്മദ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതെ, കാക്കയുടെ ശബ്ദത്തിൽ വാർത്ത കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി ഇബ്രാഹിം ഉന്നയിക്കുന്നുണ്ട്. അവിടെ കാക്കകൾ അതെങ്ങനെയാണല്ലോ, കുറച്ച് കാക്കകൾ ഒരുമിച്ച് ഉണർന്ന് ബാക്കിയുള്ള കാക്കകളെയും കൂടി വിളിച്ചുണർത്തി, നമ്മളെയും വിളിച്ചുണർത്തി. അപ്പം ഈ ഒരു പ്രഭാത നടത്തത്തിനിടെ ഇപ്പം TV ഒക്കെ വെച്ചിരിക്കുന്ന ആൾക്കാർ അവിടെ വീട്ടിലാരെങ്കിലുമൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി കാക്കകൾ വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കമന്റുകളൊക്കെ പോരട്ടെ. നമ്മൾ അടുത്തൊരു വാർത്തയിലൂടെ പോകുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മേൽവസ്ത്രം പാടില്ല എന്ന ആചാരം മാറ്റണം എന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെയും അത് പിന്തുണച്ച മുഖ്യമന്ത്രിയുടെയും പ്രസ്താവനകളിൽ വിവാദം തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ സനാതനധർമ്മ പരാമർശം ഏറ്റെടുത്ത BJP വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധം നടത്താനും ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന CPM ആകട്ടെ വിഷയം BJP ആയുധമാക്കാതിരിക്കാൻ തുടർ പ്രതികരണം വേണ്ട എന്ന നിലപാടിലാണ്. അതേസമയം NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ വിമർശനത്തിൽ CPM നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. BJPയെ സഹായിക്കാനാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. എന്നോടൊരു പ്രേക്ഷകൻ മുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നേ, പ്രവിത നേരം പരപരാ വെളുത്തോന്ന്. ഇന്നലെ പറഞ്ഞാളല്ലേ, ഇപ്പൊ പരപരാ വെളുത്ത് വരുന്നുണ്ട്. ഇത് പരപര ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ ഇതാണ് പരപര. നമ്മുടെ ട്രെയിൻ പോകുന്നു, വീണ്ടും ട്രെയിൻ പോകുന്നത് ഒരു വലിയ കാഴ്ചയല്ല, പക്ഷെ ഇവിടുന്ന് അത് കാണാൻ രസമുണ്ട്. ഈ പാടത്തിൽ നിന്ന് അത് കാണാൻ രസമുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നല്ല തണുപ്പ്, പാടം, ട്രെയിൻ ഇങ്ങനെ പോകുന്നു. അതെല്ലാം കൂടി ഒരുമിച്ച് നല്ല രസമുണ്ട്. അതുകൊണ്ട് അതില്ല. ആലുവയിൽ നിന്ന്, ആലുവ മുട്ടത്ത് നമുക്ക് നേരെ നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് പോകണം. തലസ്ഥാനം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തേക്കാണ്. എന്തിനാണെന്ന് ചോദ്യം വേണ്ട, കാരണം പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ എന്താണ്, കൗമാരകലയുടെ കേളികുട്ട അവിടെ ഉരാൻ പോവുകയാണ്. അനന്തപുരി അങ്ങനെ കളറായി മാറുന്നു. കലോത്സവ ചൂടിലേക്ക് തലസ്ഥാന നഗരി. 63ാമത് കേരള സ്കൂൾ അനന്തകലാപുരി പവേർഡ് ബൈ GTech. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം GTechൽ തന്നെ. കോ സ്പോൺസേർഡ് ബൈ പുതിയ തുടക്കം ആരോഗ്യത്തോടൊപ്പം ഔഷധി. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. വർഷങ്ങൾ മറിഞ്ഞോട്ടെ, സമ്മാനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡ്. NCD ജനുവരി 10 മുതൽ. അപ്പോൾ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് 5-6 ദിവസത്തേക്ക് കൗമാര കലയോടെ നമ്മുടെ തലസ്ഥാന നഗരി ഇങ്ങനെ ആകെ വൈബ്രന്റ് ആവാൻ പോവുകയാണ്. എന്തൊക്കെ കലാരൂപങ്ങളുണ്ടോ അതെല്ലാം ഒറ്റയിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകളില്ല. എല്ലാ മതവിഭാഗങ്ങളുടെയും എന്താണ് പറയുക, അതുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളൊക്കെ മത്സര രൂപത്തിൽ അവിടെ വരുന്നു. അതൊക്കെ ആസ്വദിക്കാൻ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ എത്തുകയും ചെയ്യും, അല്ലേ? അപ്പോൾ പ്രധാന വേദിയായ, അതായത് 1ാം വേദിയായ MT നിളയിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. വയനാട് വെള്ളാർമല GHSSലെ വെള്ളാർമല സ്കൂളിനെ കുറിച്ച് പ്രേക്ഷകർക്കെല്ലാം അറിയാമല്ലോ, അല്ലെ? ആ ഉരുൾപൊട്ടലിലെല്ലാം ഒലിച്ചുപോയ സ്കൂളാണ് വെള്ളാർമല. അവിടെ ഉണ്ടായ വെള്ളാരങ്കൽ എന്ന് പറയുന്ന കുട്ടികളുടെ മാഗസിൻ, അതെല്ലാം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയാണ്. എന്തായാലും ആ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. കലാമാമാങ്കത്തിനൊരുങ്ങി തിരുവനന്തപുരം. നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ കലാമത്സരങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് ശ്രീനിവാസൻ തുണീര് രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും. വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം മത്സരം നടക്കും. ആദ്യ ദിവസം 24 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. മത്സരങ്ങൾ തത്സമയം കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. മത്സരഫലങ്ങൾ വേദിക്കരികിൽ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സരങ്ങൾ കാണുന്നതിനും മത്സര പുരോഗതി തത്സമയം അറിയുന്നതിനും കൈറ്റ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്സവം എന്ന പേരിലുള്ള മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. മത്സരത്തിൽ A ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പായി 1000 രൂപയും നൽകും. 15,000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവത്തിന്റെ മത്സര ഇനങ്ങളാകും. മംഗലംകളി, പണിയനൃത്തം, പളിയനൃത്തം, മലപുലയാട്ടം, ഇരുള നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ നൃത്തരൂപങ്ങൾ. വേദി ഒരുങ്ങി, വിളക്ക് തെളിഞ്ഞു. ഇനി കലാപ്രതിഭകളുടെ വീറുറ്റ മത്സരങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ്. കലോത്സവ വേദിയിൽ നിന്നും ടീം 24.
അപ്പോൾ അങ്ങനെയാണ് കലോത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ഒരുപാട് കൗമാരക്കാർ ഇനി ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഒഴുകാൻ പോവുകയാണ്. ഒന്നാമത്തെ ആ വേദിയുടെ പേരുണ്ട് MT നില. അത് ആദ്യം എനിക്ക് തോന്നുന്നു ഭാരതപ്പുഴ എന്നായിരുന്നു പ്രധാന വേദിയുടെ പേരുണ്ടായത്. പിന്നീട് MT വാസുദേവരുടെ നിര്യാണം ഉണ്ടായ സമയത്ത് അതിനുശേഷമാണ് ആ പേര് MT നില അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല വേദികൾക്കെല്ലാം ഇതുപോലെ നദികളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നദികളിലൊക്കെ തന്നെ ഈ പറയുന്ന പോലെ കലാ കുമിളങ്ങൾ ഇങ്ങനെ വിരിയട്ടെ, അതിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ 24 ടീമും പൂർണ്ണ സജ്ജമാണ്. ഈ പറയുന്ന പോലെ പല ടെക്നോളജി എല്ലാവർക്കും പ്രേക്ഷകർ കളിക്കുന്ന പോലെ നമ്മുടെ TTS-ഉം റിവേഴ്സ് TTS-ഉം ഒക്കെ പല പുതിയ രീതികളിലാണ് നമ്മൾ ഇനി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കലോത്സവ നഗരിയിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മളും ടീം റെഡിയാണല്ലേ? അതെ, നമ്മുടെ ടീം റെഡിയാണ്. നമ്മളും കലോത്സവ നഗരിയിൽ ഉണ്ടാകും. അതെ. അപ്പോൾ ഇനി കലോത്സവ നഗരിയിലെ വേദികളിൽ നിന്നുള്ള വിശേഷങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് ഉണ്ട്. ഷാപ്പാട്. തീർച്ചയായിട്ടും ഓരോ ദിവസവും നല്ല വിഭവസമൃദ്ധമായ സദ്യ. ഏതൊക്കെ വിഭവങ്ങളാണ്, ഏതൊക്കെ പായസമാണ് ഓരോ ദിവസം ഉണ്ടാവുന്നതൊക്കെ അവിടെ എത്തുന്ന ഓരോരുത്തരും ആദ്യം തിരക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അവിടെ എന്താണ്, അതായത് ഊട്ടുപുരയിലെ വിശേഷങ്ങൾ എന്താണെന്ന് കൂടി അറിയണം. ആരാ അവിടെ ഉള്ളത്? ജയശങ്കർ. ജയശങ്കർ ഇതിന്റെ ആളാണ്, ഷാപ്പാടിന്റെ ആളാണ്. എന്താണെന്ന് നോക്കാം. കലോത്സവത്തിന്റെ മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് തെക്കോട്ട് നടന്നാൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നെയ്യാർ. ഒരുപാട് രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പുത്തരിക്കണ്ടം മൈതാനത്താണ് ഇത്തവണത്തെ ഊട്ടുപുര. ഒരേ സമയം 4000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കും കഴിച്ചു കഴിഞ്ഞവർക്കും വിശ്രമിക്കാൻ പ്രത്യേക ഇടം ഊട്ടുപുരയിൽ ഒരുക്കിയിട്ടുണ്ട്. ബോറടി മാറ്റാൻ കലാപരിപാടികളും ഉണ്ടാകും. പതിവ് പോലെ പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ് പാചകം. കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണം, ഉച്ചയൂണ്, രാത്രി അത്താഴം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പം മെനുവായി അംഗീകരിച്ചിട്ടുള്ളത് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ഒരു ദിവസം ഇഡ്ഡലി സാമ്പാർ, അടുത്ത ദിവസം ദോശ, പുട്ട്, കടല, അങ്ങനെ 5 ദിവസവും 5 പ്രഭാത ഭക്ഷണം വ്യത്യസ്തമായ നിലയിൽ ചായ ഉൾപ്പെടെ കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് സദ്യയാണ്. ചോറ്, സാമ്പാർ, രസം, മോര്, പുളിശ്ശേരി, അവിയൽ, തോരൻ, തൊട്ടുകൂട്ടാൻ, കൂട്ടുകറി, പച്ചടി, കിച്ചടി, അച്ചാർ. പുറമെ എല്ലാ ദിവസവും പഴയുടെ സ്പെഷ്യൽ നിലയിലുള്ള സ്പെഷ്യൽ പായസം, വ്യത്യസ്തമായ 5 പായസമായിരിക്കും 5 ദിവസം കൊടുക്കുന്നത്. അപ്പോൾ കലോത്സവം കൂടാൻ വരുമ്പോൾ ഊട്ടുപുരയിലേക്കുള്ള വഴി തെറ്റിയെന്ന് ആരും പറയരുത്. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം. അപ്പോൾ ഊട്ടുപുര റെഡിയാണ്, വേദികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തലസ്ഥാന നഗരി അനന്തപുരി എന്താണ് കലോത്സവ ലഹരിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ അനന്ത കലാപുരി അത് അടുത്ത ദിവസം തൊട്ട് പ്രേക്ഷകർക്ക് പുതിയ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കാനായി റെഡിയുമാണ്. നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വളരെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടൂസ് വരുന്ന പാട്ടിൽ 2 പേർക്കും ഭാവിയുണ്ട്, ഒരു ആൽബം ഇറക്കിയാലോ എന്ന് ചോദിക്കുന്നു. നല്ല ആശയമാണ്. കുട്ടൂസ് വിനു പ്രൊഡ്യൂസ് ചെയ്താലോ അങ്ങനെയാണെങ്കിൽ. ബിജു പറയുന്നു എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്, പ്രജൻ ക്രിസ്റ്റീന. ഞാൻ ക്രിസ്റ്റീന അല്ല, പ്രവിതയാണ്. ഇന്ന് വൈഫിന്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ വൈഫിന്റെ.